എന്നാൽ ഓള് വേറെ പോയി ഒരു മെസ്സേജ് പോലെ അയക്കാണ്ട്. അച്ഛൻ കിട്ടോമി എൻ്റെ സുഹൃത്താണ്. ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യണം. പൊതുവാളാണ് അല്ലേ? അതിലൊക്കെ ഇപ്പം എന്താ ഉള്ളത്? ജാതിയും മതവും ഇല്ലാത്തൊരു ലോകമാണ് ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇതൊക്കെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം. ആ റൂം നീ എന്താ പെട്ടെന്ന്? പെട്ടെന്നൊന്നുമല്ലല്ലോ, രാവിലെ അവിടെ നിന്ന് പോകുന്നല്ലേ. വേണ്ട, ഹെൽപ്പ് ചെയ്ത് തന്നെ ഭയങ്കര ധാരാളം. ഐ ക്യാൻ മാനേജ് ഇറ്റ്. ഓള് ഈ റൂം എടുത്തോട്ട്. അതെന്താ? അതിനകത്ത് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം. അതെടുക്കണ്ട, നിനക്കത് ലൂസായിരിക്കും. അച്ഛൻ്റെ മുറിയിലോട്ട് വെച്ചു. അച്ഛൻ എനിക്കൊരു ചായ ഇട്ടല്ലോ. ഓനിട്ടോളൂ. അച്ഛനെ കൂട്ടാണ് സഹായിക്കാൻ. ഓന് കടുക് കേടാന്നറിയില്ല. ചായക്ക് എന്തിനാ കടുക്? ദോശ വേണ്ട. ദോശക്ക് എന്തിനാ കടുക്? ഇപ്പൊ ചട്നിയും വേണ്ടേ? അച്ഛൻ എനിക്കൊരു ചായ മതി, അത് ഓനിട്ടോളൂ. അച്ഛൻ എവിടെ ഇരുന്നേ? Nice house. കുഞ്ഞപ്പ, ഒരാഴ്ചയായിട്ട് കത്തൊന്നും കാണുന്നില്ലല്ലോ. ആരെ? കരൻ, സൗദാരൻ. നിന്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് സുധാകരൻ. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. കുറേ ലീവ് ഉണ്ടാ? അച്ഛൻ എത്ര ദിവസം വേണോ അത്രയും കിട്ടും. പണി പോവില്ലേ? അച്ഛനല്ലേ പറഞ്ഞ് നാടാണ് നല്ലത്, കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ മതി, അച്ഛനെ നോക്കണമെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പോവില്ല. എന്തിന്? ഇപ്പൊ പണിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ പണിയൊന്നും കിട്ടൂല. എന്നെ നോക്കാൻ കുഞ്ഞപ്പനില്ലേ? പിന്നെ ഞാനുള്ളതും റോബർട്ടുള്ളതും ഒരേപോലെ ആവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ അച്ഛാ. പിന്നെ അതുമല്ല, അച്ഛൻ്റെ കൂടെ ആരെ വിട്ടാലും എനിക്കൊരു സമാധാനമില്ല. ഞാൻ തീരുമാനിച്ചു. ഓളെ ഒറ്റയ്ക്ക് തിരിച്ചു പോകും. ഓളിങ്ങി പോകുന്നില്ല. ഞങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. Congratulations. എന്തിനാണ് എപ്പോഴും അതിനെ കൊണ്ട് നടക്കണ? അതൊന്ന് ഓഫ് ചെയ്ത് വെക്ക്. ഓഫ് ചെയ്ത് വെക്കാൻ ഇതെന്താ മെഷീനാ? ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നിനക്ക് പാട്ട് കേൾക്കണം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ മേലെയാണ് സിറ്റുവേഷൻ. വിളിച്ച് ഓഫ് ചെയ്ത് പറഞ്ഞാലോ? നോ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സഡൻലി
പിടിച്ചു കൊണ്ടുപോകുമ്പോൾ it will be a shock. പറഞ്ഞ് മനസ്സിലാക്കണം. പാപ്പാക്ക് മനസ്സിലാകും. പാവാണ്. We should be with him always. ഹായ് കുഞ്ഞപ്പൻ. ഇതേതാ പുതിയ റോബോട്ടാ? എൻ്റെ സുഹൃത്താണ്. Thank you. മിസ്റ്റർ ഭാസ്കരൻ, ഒരു രഹസ്യം പറയാനുണ്ട്. എന്ത് രഹസ്യം? മിസ്റ്റർ ഭാസ്കരൻ മക്കളോട് പോലും പറയാത്ത കാര്യമാണ്. കക്കൂസ് പോകുന്നു. കക്കൂസ് പോകാനായിട്ട് വാ എനക്ക്. ഗുഡ് ബൈ സുബ്രഹ്മണ്യൻ. ഇതാന്ന് ഞാൻ പറഞ്ഞത്. ഇരി പോയിട്ടുണ്ട്. 30-35 വർഷമായിട്ട് എൻ്റെ കയ്യിൽ ഒരു നൂല് പോലും കിട്ടി തന്നിട്ടില്ല. കുഞ്ഞപ്പൻ്റെ ജാതകം വരെ എഴുതിച്ചു. അല്ല, മാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ പ്രായത്തിൽ കളിക്കാൻ കൊടുക്കേണ്ട സാധനം നീ വാങ്ങിച്ചു കൊടുത്ത്. എനിക്ക് ദാഹിക്കുന്നു ബാബു. നീയല്ലേ ഇപ്പൊ കുടിച്ച്? പ്രതികാരദാഹം നായി. ആ കുഞ്ഞപ്പനെ ഞാൻ കൊല്ലും. ആ പേര് കേൾക്കുമ്പോ തന്നെ എന്തോ ഉൾത്തേട്ട് വരും. ഞാൻ പയ്യന്നൂരിത് പോയി. ആ വീട് അവര് പൊളിച്ചു പടിയാന്ന്. പെട്ടെന്നായിട്ട് പറയാൻ പറ്റിയില്ല. പറഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കുന്ന അറിയാ. കുഞ്ഞപ്പാ, ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചുപ്പനും ആ ഹിഡിമ്പിയും He told me. ആ എന്തേലും ആവട്ടെ, നിന്റെ അമ്മയൊന്നും അല്ലല്ലോ. ഇവിടെ വന്നത് എന്തിനാന്ന്? അറിയില്ല. ഹായ്. നീ എന്നാക്കുന്നു? ഇന്ന് മുതൽ ഞാനാ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭക്ഷണം മാത്രമല്ല, അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കാൻ പോകുന്നത്. നിനക്ക് 1/2 ഗ്ലാസ് ചായ വേണം. അര ഗ്ലാസ് എന്നല്ലേ പറഞ്ഞത്? അച്ഛന് വേണ്ടത് കുടിച്ചാൽ പോരെ? വേണ്ടതല്ലേ ചോദിച്ചത്, അത് തന്നാ പോരെ? എങ്ങോട്ടാ? കുളിക്കണം. അതിന് ഇവനെന്തിനാ? പിന്നെ ഒറ്റയ്ക്കാ പോണ്ടത്? ആടെ വെച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ? ഞാൻ വന്നോളാം, നീ ഇടുന്നാ മതി. അകത്ത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അരകല്ലപ്പുറത്തുണ്ട്. നന്നായിട്ട് അരയണം, എന്നാലും രുചി ഉണ്ടാവും. കടുക് നന്നായിട്ട് പൊട്ടണം, കരിയാതെ നോക്ക്. വാ. സുബ്ബു,
എങ്ങോട്ടാ അച്ഛൻ്റെ പുര? ഞാനൊന്ന് കുളിക്കാൻ, ഇവനെന്റെ തല ഓർത്താൻ. എന്തേ? ഒന്നുമില്ലപ്പോ, വെറുതെ വെച്ചതാ. അച്ഛൻ ശരിക്കും നാണം കെട്ടം പറഞ്ഞില്ലേ? നാണക്കേട? അങ്ങനെയാണെങ്കിൽ 10-12 കൊല്ലം നിന്റെ തല ഓർത്ത് ഞാൻ നാണം കെട്ട് ചത്തുപോണമായിരുന്നല്ലോ. ആഴ്ചക്കാഴ്ചക്ക് പുതിയ പുതിയ റോബോട്ടിനെ വാങ്ങിക്കാൻ ഇയാൾക്ക് ഇടുന്ന ഈ പൈസ. റോബോട്ടിന് ലീവാണല്ലേ? ഇതാരുണ്ടാക്കിയെന്നാ പറഞ്ഞു? ടോമി. ഞാൻ പൊട്ടനെന്നാ നീ വിചാരിച്ചത്? കഴിഞ്ഞ 3-4 മാസമായിട്ട് ആ ഇരുമ്പും കഷ്ണം എന്നെ നോക്കുന്നത്. സകല തെറിയും കേട്ടിട്ട് എനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നത്, കുളിപ്പിച്ചത്, ചിരിപ്പിച്ചത്, പറയുന്ന അനുസരിക്കാൻ അല്ലാതെ മറുത്തൊന്നും സംസാരിച്ചിട്ടില്ല. എന്നെ പേടിപ്പിച്ചിട്ടുമില്ല ഇതുവരെ. ഓനെ കുഞ്ഞിനെ പോലെ നോക്കണം, എല്ലാം പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു തന്നിട്ട് നീ റഷ്യയിലും അമേരിക്കയിലും ഒക്കെ പോയ സമയത്ത് ഈടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഓനും ഇവിടെ ഉണ്ടായുണ്ടാ. ഓൻ നിനക്ക് അലക്കാനും വെക്കാനുമുള്ള മെഷീനായിരിക്കും, എനിക്കത് മോനാന്ന്. ഓൻ പോയാൽ ഏറ്റവും നിൽക്കോ? നീ നിൽക്കോ? ആ കുടത്തിൽ കിടക്കുന്ന നിന്റെ അമ്മയുടെ ചാരം ഒന്ന് ഒഴുക്കാൻ വേണ്ടിയിട്ട് നിന്റെ പുറകെ നടന്നിട്ട് എത്ര കൊല്ലായി? അതിന് നേരമില്ലാത്ത നീയാന്നാ എന്നെ നോക്ക ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇനി അഥവാ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്നാൽ തന്നെ ഞാനൊന്ന് കിടന്നു പോയാൽ എൻ്റെ തീട്ടം കോരാൻ നിനക്ക് പറ്റൂല. ഉടനെ അടുത്ത കർത്തയാണ് വരും. ഒന്ന് അടുത്തിരുന്ന് മിണ്ടാനും പറയാനും വേണ്ടിയിട്ടാ ചെസ് കളിക്കാൻ വിളിക്കുന്നത്. അതിന് നിനക്ക് കരയാൻ പറഞ്ഞല്ല, നിനക്ക് പകരാകാൻ ഓനാവൂല, ഓന് പകരാകാൻ നിനക്ക്. അച്ഛത്ര ബഹളം വെച്ചാലും ശരി, അതിനെ തിരിച്ചു കൊടുക്കണം. 4 മാസത്തേക്ക് തന്നു വിട്ടണ അതിനെ. ഇനി വെക്കാൻ പറ്റില്ല. ഗവൺമെന്റ് സമ്മതിക്കൂല, കമ്പനി സമ്മതിക്കൂല, എനിക്ക് അതിനുള്ള പെർമിഷനും ഇല്ല. ഇതുപോലുള്ള ബാക്കി റോബോട്ടൊക്കെ തകരാറിലായി. ഇത് ഉറപ്പായിട്ട് അച്ഛനെ അപകടപ്പെടുത്തു വെച്ചാ. ലോകത്ത് എത്രയിടത്ത് മക്കൾ അച്ഛന്മാരെ കൊല്ലുന്നുണ്ട് എന്ന് വെച്ചാൽ അച്ഛന്മാര് മക്കളെ ഉണ്ടാക്കാതിരിക്കുന്നുണ്ടോ? ഉണ്ടോ? വീടിൽ പണിക്കൂടുന്ന ഈ സാധനമാണ് അച്ഛനെ വലുത്. ഏത് സമയത്താണ് അച്ഛനെ മൈൻഡ് ആയിരുന്നിട്ടുള്ള? എപ്പോഴാണ് അച്ഛന്റെ പ്രശ്നം നോക്കാതിട്ടുള്ള? ഇവിടെ അച്ഛനോട് ചൊറിയും കുത്തിക്കാരത്ത് എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ഇയാൾ പോകാൻ. ഇത് ഉറപ്പായിട്ട് അച്ഛനെ കൊല്ലു വെച്ചാ. ഓൻ എന്നെ ഒന്നും ചെയ്യൂല, അത് നിങ്ങളുടെയൊക്കെ തോന്നലാന്ന്. പാപ്പാ, ഞാൻ പറയുന്നതേ മനസ്സിലാക്കണം. ആരൊക്കെയോ ചെയ്യുന്ന പ്രോഗ്രാം ചെയ്തു വിട്ട ഒരു സാധനമായത്. നമ്മൾ മനുഷ്യരെ പോലെയല്ല.
നമ്മളും അങ്ങനെ തന്നെ അല്ലേ? ആരോ പ്രോഗ്രാം ചെയ്ത് വിട്ടവര്. ഞാൻ അതിനെ തലയിലെഴുത്തെന്ന് പറയും. നിങ്ങൾ അതിനെ പ്രോഗ്രാമോ എന്ത് കുന്താന്ന് വെച്ചാൽ വിളിച്ചോ. എല്ലാം കളഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അച്ഛനെ നോക്കാനാണ്. അതിന് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആർക്കും സമാധാനം ഉണ്ടാവില്ല. എന്നെ പോലീസ് പിടിക്കുന്നത് കേസാവും. അച്ഛൻ എന്താ വിചാരിച്ചേ? ഞാൻ അച്ഛനും കൂടെ നിൽക്കണമെന്നല്ലേ? ഇതിനെ എവിടെ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പോരെ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഭാസ്കരൻ. സമയം 7:30. താങ്കളുടെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി.